വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഈ ഒരു സീന് നടക്കുമ്പോൾ നമ്മൾ ബാംഗ്ലൂരാണുള്ളത്. എനിക്ക് നാട്ടിൽ പോകണമെന്ന് ഭയങ്കര ആശയായിരുന്നു. അപ്പോൾ നാട്ടിൽ പോകണോ വേണ്ടിയോ, ഇടയ്ക്ക് ഇങ്ങനെ ആശ കൂടും, ഇടയ്ക്ക് ഇങ്ങനെ ആശ കുറയും. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിൽ ഷെൽഖാനെ ഉള്ളത്ര മൈൻഡ് ഡബിൾ മൈൻഡ് ആക്കിയിട്ട് കളിച്ചു. ഫൈനലി ഷെൽഖാനോട് പറഞ്ഞു, നിങ്ങൾക്കൊരു 1 hour ഞാൻ തരും, ഇപ്പം തീരുമാനിക്കണം നാട്ടിൽ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നാട്ടിൽ പോവാം. അതിന് മുമ്പ് ഒരാഴ്ച ഓൾമോസ്റ്റ് 2 weeks ആയി തോന്നി ഈ ഒരു പാർസൽ വന്നിട്ട് ഇതൊന്ന് ഫിറ്റ് ആക്കണം, എനിക്ക് ഇത് ഫിറ്റ് ആക്കി കഴിഞ്ഞിട്ട് പോവാം. അപ്പം എന്നോട് ഷെൽഖാൻ പറഞ്ഞു, നീ ഒരു ഭയങ്കര സംഭവം തന്നെ, ഓക്കെ എന്നാൽ നമുക്ക് പെട്ടെന്ന് ഫിറ്റ് ആക്കാൻ. രണ്ടാളും കൂടി കഷ്ടപ്പെട്ടത് ഫിറ്റ് ആക്കിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. കുറേ വ്ളോഗേഴ്സിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ റൂമിലേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ചില സമയത്ത് നമുക്ക് ബഡ്ജറ്റ് ഒക്കെ ആയിട്ട് വരില്ല, ബട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് സമയം വരുമ്പോൾ വാങ്ങാൻ പറ്റുന്നത്. ഈ വ്ളോഗ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും. ഇതിൽ നമുക്ക് നമ്മൾ നാട്ടിലേക്ക് എത്തുന്നതും അതിന്റെ ഇടയിലുള്ള ട്രാവലും പിന്നെ ഒരു ഫിക്സിങ്ങും ഒക്കെ മിക്സ്ഡ് ആയിട്ടാണ് ഞാൻ. അതിന് മുമ്പ് ഞാൻ എന്നെ പറ്റി കുറച്ച് വാക്കുകൾ പറയാം. ഞാൻ സാലിമ, എനിക്ക് ചെറിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഞാൻ അൺബോക്സിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാം. പിന്നെ പ്രൊഫഷൻ പറയുകയാണെങ്കിൽ ഞാനൊരു ACCA സ്റ്റുഡന്റ് ആണ്. ഫൈനൽ പേപ്പറാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നുള്ളത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ദുബായിലെ ഒരു Big 10 കമ്പനിയിലായിരുന്നു, UHY എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഫ്രീലാൻസിങ് ആയിട്ട് ഞാൻ എൻ്റെ വർക്കും കൂടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. തൽക്കാലം കോർപ്പറേറ്റ് വേൾഡിൽ നിന്ന് ഒരു ചെറിയ വിട, ബിക്കോസ് 9 to 5 ആ ഒരു സംഭവം എനിക്ക് മാച്ച് അല്ലാത്തതുകൊണ്ട് ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മോളെ കൂടെ ടൈമും കിട്ടുന്നുണ്ട്. അതല്ലാണ്ട് എൻ്റെ ആ ഒരു പാഷനിലേക്ക് ഫോക്കസ് ചെയ്യാനും. ഇതൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ആ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി. ബട്ട് എപ്പോഴും ഷെൽഫ് ഇങ്ങനെ കാലി കാണുമ്പോൾ എനിക്ക് അത്രക്കൊന്നും ഇതായില്ല. പോവാൻ വേണ്ടി ജസ്റ്റ് 3 to 4 hours മാത്രമേ ബാക്കിയുള്ള ഒരു പ്ലാനിങ്ങും ഇല്ല. ബട്ട് എന്നാലും ആ ഒരു കോർണർ മൊഞ്ചായിട്ട് കാണുന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ എല്ലാ എഫേർട്ടും ഇട്ടിട്ട് ആ ഒരു ക്യാബ് ഫില്ല് ചെയ്തു. ഓരോന്നും ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഏതായിരിക്കും ബെറ്റർ, ഏതാണ് ബെറ്റർ അല്ലാത്തത്, ഇത് പറ്റുന്നുണ്ടോ, ഇത് പറ്റുന്നില്ല. ഫൈനലി വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും പെറുക്കി കൂട്ടി ഞാൻ ആ ഷെൽഫ് ഫില്ല് ചെയ്തു. ഇതാണല്ലേ ആസ്തറ്റിക് കോർണർ. കുറച്ചൊക്കെ ആസ്തറ്റിക്സ് ആയിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ട്രിപ്പിൾ റോളാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ബാഗും കൂടി പാക്ക് ചെയ്യുന്നുണ്ട്. പകൽ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ കാറൊക്കെ എടുത്ത് വിട്ടു. മൈസൂർ ആവോളം ഞാനാണ് ഡ്രൈവ്. ചില സമയത്ത് ഞാൻ വിചാരിക്കട്ടെ, നമ്മൾ ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത് എന്ത് രസമാണ്. ബിക്കോസ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ ഗേൾസ് എപ്പോഴും അഡാപ്റ്റ് ആയിരിക്കണം. ബിക്കോസ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റണം, പോക്കറ്റിൽ ഫുൾ ഓഫ് മണി വേണം, അതിന് വേണ്ടിയുള്ള എഫേർട്ട് ഇടണം. നിങ്ങളെല്ലാവരും പഠിക്കണം. ബിക്കോസ് നമുക്ക് എല്ലാം കൊണ്ടും നമ്മളെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല, വലിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കാര്യം അത് ഒരു ആണിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒരിക്കലും എടുക്കരുത്. അത് നമ്മുടെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ആ ഫാമിലിയുള്ള 2 പാർട്ട്നേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. വരുന്ന വഴിക്ക് നമ്മൾ മൈസൂർ സ്ട്രീറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ സ്ട്രീറ്റ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കാണാൻ. കുറേ ആൾക്കാരുണ്ട്, കുറേ കടകളുണ്ട്, ഷോപ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിയും കൂടി ഉള്ളതുകൊണ്ട് ശൽക്ക എല്ലാം പെട്ടെന്ന് വാ എന്നുള്ള ഒരു രീതി. മെയിനായിട്ട് ഈ സ്ട്രീറ്റിൽ എത്താൻ റീസൺ എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ഫുഡിൻ്റെ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ നെയ്ച്ചോറും നല്ല ബീഫ് കറിയും തിന്നുള്ളത് സംസം ഹോട്ടലിൽ നിന്നായിരുന്നു. ആ ഒരു ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. ആ പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്ട്രീറ്റ് കിട്ടിയത്. എന്തായാലും